രാക്ഷസ പ്രണയം 44. മുത്തശ്ശിയെ കാണണം എന്ന തന്റെ മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തന്നെ ഗൗരി തീരുമാനിച്ചു. പ്രതാപനെ വിളിച്ചു ചോദിച്ചാൽ സമ്മതിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ അവർ സ്വയം തീരുമാനിച്ചു. കാർ ബംഗ്ലാവിലേക്ക് കയറ്റി അവനെ മുത്തശ്ശിയെ കാണാൻ അനുവദിക്കണം. ശരി മോനെ, ഇന്ന് ആരൊക്കെ എതിർത്താലും നിന്നെ ഞാൻ ബംഗ്ലാവിൽ കയറ്റി മുത്തശ്ശിയെ കാണിച്ചിരിക്കും. അവർ പറഞ്ഞത് കേട്ട് അവന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി. അമ്മേ, സെക്യൂരിറ്റി പോയിന്റിൽ മണിയുടെ ആൾക്കാരുണ്ടായിരിക്കും. ഉറപ്പായും എന്നെ കണ്ടാൽ അവർ തടയും. അമ്മ കാറൊന്ന് ഒതുക്കിയാൽ ഞാൻ ഡിക്കിയിൽ കയറിയിരിക്കാം. കാർ പോർച്ചിൽ എത്തിയതിനു ശേഷം മാത്രം പുറത്തേക്കിറങ്ങി അവർ കാണാതെ ബംഗ്ലാവിൽ കയറി മുത്തശ്ശിയെ കണ്ടോളാം. ധ്യാൻ പറഞ്ഞു. പക്ഷെ അത് അംഗീകരിക്കാൻ ഗൗരിക്ക് മനസ്സ് വന്നില്ല. ഒന്നാമത് കൈക്ക് ഒടിവുണ്ട്, തലയിലും മുറിവുണ്ട്. പക്ഷേ അവന്റെ നിർബന്ധം കൂടിയപ്പോൾ മറ്റു വഴിയില്ലാതെ അവർ സമ്മതിച്ചു. കാർ നീങ്ങി തുടങ്ങിയതും ധ്യാനിന്റെ മനസ്സിലേക്ക് പൈശാചിക ചിന്തകൾ നിറഞ്ഞു. താൻ ജയിക്കാൻ പോകുന്നു, എല്ലാവരെയും തകർക്കാൻ പോകുന്നു. ആ ചിന്ത അവനെ ഉന്മാദത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. അവന്റെ മനസ്സിലപ്പോൾ തന്റെ അമ്മയോടോ അച്ഛനോടോ ഉള്ള സ്നേഹമോ കടപ്പാടോ ഒന്നുമില്ല. മറിച്ച് വെറുപ്പും പകയും പ്രതികാരവും മാത്രമാണ്. കാർ സെക്യൂരിറ്റി പോയിന്റിൽ എത്തിയതും സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു. അയാൾ നോക്കി. ഗൗരി മാത്രമേയുള്ളൂ. മണിയുടെ ഗാർഡ്സ് കാർ തടഞ്ഞു. മാഡം, ഞങ്ങൾക്ക് കാർ ഒന്ന് പരിശോധിക്കണം, അവർ പറഞ്ഞു. ഈ കാറിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് കണ്ടൂടെ? എന്നിട്ടും കാർ പരിശോധിക്കണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. കാർ പുറത്തിട്ട് അകത്തേക്ക് നടന്നു പോയിക്കോളാം. അവർ ദേഷ്യത്തോടെ ഗാർഡ്സിനെ നോക്കി. പിന്നീട് അയാൾ ഒന്നും പറയാതെ കാർ അകത്തേക്ക് വിട്ടു. പക്ഷെ അപ്പോൾ തന്നെ മണിയെ വിളിച്ച് കാര്യം പറഞ്ഞു. പോർച്ചിൽ കാർ നിർത്തി ഗൗരി ഇറങ്ങി. സെക്യൂരിറ്റി പോയിന്റിലേക്ക് നോക്കിയപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ഗാർഡ്സ്. ഇപ്പോൾ ധ്യാനിനെ കണ്ടാൽ അത് പ്രശ്നമാകുമെന്ന് അവർക്കറിയാം. അവർ നേരെ കോളിംഗ് ബെൽ അമർത്തി. ആതിരയാണ് കതക് തുറന്നത്. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗൗരി അകത്തേക്ക് കയറി. തിരികെ കതകടയ്ക്കാൻ തുടങ്ങിയ ആതിരയെ ഗൗരി തടഞ്ഞു. കുറച്ചുനേരം തുറന്നു കിടക്കട്ടെ മോളെ, കാറ്റൊന്ന് കയറട്ടെ, അവർ പറഞ്ഞു. ആതിര ചിരിച്ചുകൊണ്ട് തലയാട്ടി. കാറിൽ നിന്നും ഗൗരി ഇറങ്ങി അകത്തേക്ക് പോകുന്നത് കണ്ടതോടുകൂടി ഗാർഡ്സ് വീണ്ടും അവരുടെ പഴയ പൊസിഷനിൽ പോയി നിന്നു. ഗാർഡ്സിന്റെ നോട്ടം അവിടെ നിന്ന് മാറിയെന്ന് മനസ്സിലാക്കിയ ഗൗരി പതിയെ ചെന്ന് ഡിക്കി തുറന്ന് ധ്യാനിനെ വെളിയിലിറക്കി. തന്റെ ശരീരത്തിന്റെ തളർച്ച മറന്നുകൊണ്ട് അതിവേഗം കാറ്റുപോലെ അവൻ ഉള്ളിലേക്ക് കയറി. അവനൊപ്പം ഗൗരിയും അകത്തേക്ക് കയറിയതും ആ ബംഗ്ലാവിന്റെ വാതിൽ അടഞ്ഞു. ബംഗ്ലാവിനകത്തേക്ക് കയറി കതകടച്ചതോടെ ധ്യാനിന്റെ മുഖത്തെ ഭാവങ്ങൾ മാറാൻ തുടങ്ങി. പൈശാചികതയും വന്യതയും നിറഞ്ഞു. തന്റെ കൈകളിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഗൗരിയുടെ കൈകൾ അവൻ തട്ടിയെറിഞ്ഞു. ഒരു ഞെട്ടലോടെ ഗൗരി അവനെ നോക്കി. അവന്റെ നോട്ടം അത് ഹാളിലെ സെറ്റിയിലിരുന്ന് പുസ്തകം വായിക്കുന്ന ആതിരയുടെ നേർക്കാണെന്ന് ഗൗരിക്ക് മനസ്സിലായി. തന്റെ ശാരീരിക അവശതകളെല്ലാം മറന്ന് അവൻ അവൾക്ക് നേരെ ഓടി. സെറ്റിയിലിരുന്നവരെ വലിച്ച് എഴുന്നേൽപ്പിച്ചു. അവളുടെ 2 കൈകളും പുറകിലേക്ക് വളച്ചു പിടിച്ചുകൊണ്ട് അവളെ തന്റെ ദേഹത്തോട് ചേർത്ത് നിർത്തി. ആരും കാണാതെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച സർജിക്കൽ ബ്ലേഡ് അവളുടെ തൊണ്ടക്കുഴിയിലേക്ക് ചേർത്തു അവൻ. ആ കാഴ്ച കണ്ട് ആകെ തറഞ്ഞുപോയി ഗൗരി. അവർ ഉറക്കെ അലറി. മോനെ, എന്താ ഇത്? നീ എന്താ ഈ കാണിക്കുന്നത്? കുഞ്ഞിനെ വിട്, കുഞ്ഞിനെ വിടടാ, അവർ അലറി. അവരുടെ അലർച്ച കേട്ട് അപ്പോഴേക്കും ശ്രീദേവിയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്നാൽ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവരെല്ലാം തറഞ്ഞ് നിന്നുപോയി. ആതിര ആകെ ഒരു ഞെട്ടലിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഒരു നിമിഷത്തേക്ക് മനസ്സിലാക്കാൻ ആ കുഞ്ഞു പെണ്ണിന് കഴിഞ്ഞില്ല. പതിയെ അവന്റെ ശ്വാസത്തിന്റെ ചൂട്, അവന്റെ സാമീപ്യം അതറിഞ്ഞതും പെണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇഷ്ടമായിരുന്നു എനിക്കിവളെ. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ഇവളെ സ്നേഹിച്ചു, ആഗ്രഹിച്ചു. എന്നാൽ എപ്പോഴത്തെയും പോലെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം അവനാണ് സ്വന്തമായത്. സമ്പത്ത്, സ്നേഹം, പെണ്ണ് എല്ലാം അവന് മാത്രം. അപ്പൊ എനിക്കോ ഒന്നുമില്ല. വട്ടപൂജ്യം. അവൻ തട്ടിക്കളിക്കുന്നൊരു പാവ. ഇല്ല, എനിക്കും വേണം. ഞാൻ ആഗ്രഹിച്ചതാണ് ഇവളെ. എനിക്ക് സ്വന്തമാക്കണം. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അവനെ അപകടത്തിൽപ്പെടുത്തി. പക്ഷേ അവൻ തിരിച്ചു വന്നു. എന്നെ തോൽപ്പിക്കാനായി, എന്നെ നരകിപ്പിക്കാനായി, എൻ്റെ ജീവിതം നശിപ്പിക്കാനായി. ഇല്ല, ഇല്ല, എന്നെ തോൽപ്പിക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. ആരെയും ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ പ്രാണൻ ഇവളാണ്. ഇവൾക്കൊപ്പം ജീവിക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. എന്നാൽ
ഇല്ല, അങ്ങനെയൊരു ജീവിതം അവന് ഞാൻ നൽകില്ല. ഞാൻ പോവുകയാണ് മരണത്തിലേക്ക്, ഇവളെയും കൊണ്ട്. ആതിരയുടെ മുടിച്ചുരുളിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ ഗന്ധം ആഞ്ഞ് ശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. തന്റെ മകന്റെ രൂപവും ഭാവവും ഗൗരി തകർന്നുപോയി. പെട്ടെന്ന് തന്നെ അവർ അവന്റെ അടുത്തേക്ക് പാഞ്ഞു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവർ അവന്റെ അടുത്തെത്തി അവന്റെ കൈകളിൽ പിടിക്കാനായി ആഞ്ഞതും ആതിരയുടെ തൊണ്ടക്കുഴിയോട് ചേർത്ത് നിർത്തിയ സർജിക്കൽ ബ്ലേഡ് അവൻ സ്വന്തം അമ്മയുടെ നേർക്ക് വീശി. അവരുടെ തോളിൽ ആഴത്തിൽ മുറിവുണ്ടായി. അവർ കുഴഞ്ഞു വീണുപോയി. ആതിര അലറിക്കരഞ്ഞു. അത് കണ്ടതും ശ്രീദേവി അവരുടെ അടുത്തേക്ക് ഓടി. വരരുത്, ഒരാള് പോലും ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. വന്നാൽ ഇനി ഞാൻ ഈ ബ്ലേഡ് അമർത്തുന്നത് ഇവളുടെ തൊണ്ടക്കുഴിയിലായിരിക്കും. അവൻ അവളെയും കൊണ്ട് പതിയെ 1-2 ചുവടുകൾ പുറകിലേക്ക് വെച്ചു. തന്റെ കവിളുകൾ അവളുടെ കവിളിൽ ഉരസി. പെണ്ണ് വെറുപ്പോടെ കണ്ണുകൾ അടച്ചു. ഗൗരി നിലത്ത് വീണ് കിടക്കുകയാണ്. അവരുടെ തോളിൽ നിന്നും ചോര ചീറ്റുന്നുണ്ട്. ശ്രീദേവി അവരെ താങ്ങിക്കൊണ്ട് അവരുടെ അടുത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ആതിരമോളെ. നീ എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ എല്ലാ തെറ്റുകളിൽ നിന്നും ഞാൻ മാറി നടന്നേനെ. നിന്നെ മാത്രം എൻ്റെ പാതിയായി കണ്ട് നിന്നോടൊപ്പം സന്തോഷമായി ജീവിച്ചേനെ. എല്ലാരോടും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ അതിനുള്ള അവസരം നീ എനിക്ക് തന്നില്ലല്ലോ. നീയും അവൻ്റെ ഒപ്പമായിരുന്നില്ലേ? നിനക്കും അവനെ മതിയായിരുന്നല്ലോ. എൻ്റെ ജീവിതം നശിക്കാൻ നീയും കാരണക്കാരിയാണ്. അതുകൊണ്ട് തന്നെ നീയും അനുഭവിക്കണം. എൻ്റെ കയ്യിൽ സമയമില്ല. ഏത് നിമിഷവും മണിയും അവൻ്റെ കൂട്ടരും ഇവിടെ എത്തും. അവൻ അവളുടെ കവിളിൽ അമർത്തിക്കടിച്ചു. അവളുടെ നിലവിളി അവിടമാകെ മുഴങ്ങി. നിന്നെ ഒന്ന് അറിയണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. സാരമില്ല, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റി നിർത്താം. പകരം നമുക്കൊരുമിച്ച് മരണത്തിലേക്ക് പോകാം. ഒന്ന് കുതിരാൻ പോലും ആകാതെ തളർന്നു പോയിരുന്നു ആ പെണ്ണ്. അവന്റെ മുഖത്തെ പൈശാചികത അത്രയും ഉണ്ടായിരുന്നു. ചെകുത്താനെ പോലെ. തന്റെ മരണം അതേതാണ്ട് ഉറപ്പായി. അവളുടെ തൊണ്ടക്കുഴിയിൽ ചേർത്ത് വച്ചിരുന്ന സർജിക്കൽ ബ്ലേഡ് അവൻ പതിയെ എടുത്തു മാറ്റി. അവളെ തന്റെ നേർക്ക് തിരിച്ചു പിടിച്ചു. കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചിരിക്കുകയാണ് അവൾ, എല്ലാം തകർന്നവളെപ്പോലെ. അവന്റെ നോട്ടം ആ ചോര ചുണ്ടുകളിൽ എത്തി. അവൻ ചുറ്റും നോക്കി. ശ്രീദേവി, ഗൗരി എല്ലാവരും ദയനീയമായി അപേക്ഷയോടെ അവനെ നോക്കുന്നു. വേണ്ട മോനെ, വേണ്ടടാ, അവളെ ഒന്നും ചെയ്യല്ലേ. നിനക്ക് ഞങ്ങൾ എല്ലാം തരാം. ഈ വീട്, സ്വത്ത് എല്ലാം തരാം, സമ്പത്ത് തരാം. എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. ശ്രീദേവി പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ അവന്റെ പൈശാചികത കൂട്ടി. മുഖത്ത് വല്ലാത്തൊരു ചിരി നിറഞ്ഞു. പതുക്കെ അതൊരു കൊലച്ചിരിയായി മാറി. ആതിരേ, കണ്ണു തുറക്ക്, കണ്ണു തുറന്ന് എന്നെ നോക്ക്. നമുക്ക് പോകാം, നമുക്ക് പോണ്ടേ മരണത്തിലേക്ക്. അതിനു മുമ്പ് ഈ ചോര ചുണ്ടുകൾ എനിക്ക് നുകരണം. അവന്റെ മുഖം അവളുടെ മുഖത്തോടടുത്തു. ഗൗരി പിടഞ്ഞെഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് പോകാനായി ശ്രമിച്ചു. ആ ഒരു അലർച്ചയിൽ എല്ലാവരും ഞെട്ടിത്തരിച്ചു. ധ്യാനിന്റെ നെറ്റി തുളച്ചൊരു ബുള്ളറ്റ് കടന്നുപോയിരിക്കുന്നു. ആതിരയുടെ മേലുള്ള അവന്റെ പിടിയയഞ്ഞു. പെട്ടെന്ന് തന്നെ പെണ്ണ് ഒരു ചുവട് പുറകോട്ട് വെച്ചു. തൊട്ടടുത്ത നിമിഷം അവളും കുഴഞ്ഞു വീണു. ധ്യാൻ ഡിസ്ചാർജ് ആയത് മുതലുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയായിരുന്നു മണി. ധ്യാനിനെയും കൊണ്ട് ഗൗരി ഫ്ളാറ്റിലേക്ക് പോകുമെന്ന് പ്രതാപനാണ് മണിയെ അറിയിച്ചത്. പക്ഷേ ഫ്ളാറ്റിൽ കാർ എത്തിയിട്ടില്ല എന്നറിഞ്ഞതും മണിക്ക് സംശയമായി. ഗാർഡ്സിനെ വിളിച്ചതും ഗൗരി കാറുമായി അകത്തേക്ക് പോയ വിവരവും കാർ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദേഷ്യപ്പെട്ടതും അവർ പറഞ്ഞു. അപ്പോൾ തന്നെ അപകടം അവന് മണത്തു. ആ നിമിഷം തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചിരുന്നു. ഇനി ഒരിക്കൽ കൂടി ധ്യാനിന്റെ കൈ ആതിരയുടെ നേർക്ക് നീണ്ടാൽ അവൻ പിന്നെ ജീവനോടെ വേണ്ട എന്ന് മണി ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആരോടും അഭിപ്രായം ചോദിച്ചില്ല. മാത്രമല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലല്ലാതെ മറ്റൊരു നീക്കം നടത്താനും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷാർപ്പ് ഷൂട്ടറായ മണി ധ്യാനിന്റെ കണ്ണിൽപ്പെടാതെ അകത്ത് കടന്നതും അവന് നേരെ വെടിയുതിർത്തതും. 2 വർഷങ്ങൾക്കിപ്പുറം വിജയുടെ ബംഗ്ലാവ് അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. വലിയ ഒരു കേക്ക് ഒരുക്കിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി, അതാണ് കേക്കിലെ വാചകം. ഒരു 2 വയസ്സുകാരിയെ കയ്യിലെടുത്തുകൊണ്ട് ഗൗരിയും പ്രതാപനും കേക്കിനരികിലേക്ക് ചെന്നു. ബാക്കിയുള്ളവരെല്ലാം അവർക്കൊപ്പം നിന്നു. ഗൗരിയുടെ അതേ മുഖച്ഛായയാണ് ലക്ഷ്മി മോൾക്ക്. പതിയെ കേക്ക് കട്ട് ചെയ്തതും
പൂക്കളും അലങ്കാര പേപ്പറുകളും അവർക്ക് മുകളിലായി ചുരിഞ്ഞു. കുഞ്ഞു ലക്ഷ്മിമോൾ കേക്ക് മുറിച്ചെടുത്ത് എല്ലാവരുടെയും വായിൽ വെച്ചു കൊടുത്തു. ധ്യാനിന്റെയും പായലിന്റെയും മകളാണ് ലക്ഷ്മി. ധ്യാനിന്റെ മരണം ഗൗരിക്ക് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു. അവന്റെ മരണമല്ല, തന്റെ മകൻ ഇത്രയും ക്രൂരനായിരുന്ന തിരിച്ചറിവാണ് അവരെ തളർത്തിയത്. എങ്കിലും ഒരു കുടുംബം മുഴുവൻ അവർക്കൊപ്പം നിന്നു. ധ്യാനിന്റെ മരണം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പായൽ ലക്ഷ്മിമോളെ പ്രസവിച്ചു. അവൾക്കും കുഞ്ഞിനോട് പ്രത്യേക സ്നേഹമൊന്നുമില്ലായിരുന്നു. പണം മാത്രം മതി. അതുകൊണ്ട് തന്നെ പ്രതാപൻ സ്വത്തുക്കളെല്ലാം പായലിന്റെ പേർക്ക് എഴുതി വെച്ചു. പകരമായി ലക്ഷ്മിമോളെ അവർ ഗൗരിക്ക് നൽകി. പിന്നീട് ഗൗരിയുടെ ജീവിതം അത് ലക്ഷ്മിമോളായിരുന്നു. ധ്യാനിന്റെ ഓർമ്മകൾ മറക്കാൻ ലക്ഷ്മിമോൾ ഒരുപാട് അവരെ സഹായിച്ചു. രാത്രി വിജയ് ബെഡ്റൂമിൽ വന്നപ്പോൾ ആതിരയും ഉണ്ട്. പക്ഷെ മുഖം വേർതിരിക്കുകയാണ്. എന്തു പറ്റി എൻ്റെ കുഞ്ഞു ഭാര്യയ്ക്ക്? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ശരി, അപ്പോൾ ഞാൻ കുഞ്ഞാണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ രാത്രി മോൻ ഒറ്റയ്ക്കങ്ങ് കിടന്നാൽ മതി, എൻ്റെ അടുത്തേക്ക് വരരുത്. അയ്യോ, അങ്ങനെ കടുംപിടുത്തം പിടിക്കല്ലേ. എൻ്റെ ഭാര്യ തീരെ കുഞ്ഞല്ല, ഇച്ചിരിയൊക്കെ വലുതാണ്. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ഒരല്പം വഷളത്തരത്തോടെ പറഞ്ഞു. പെണ്ണിന് ദേഷ്യം വന്നു. അവൾ തലയണ അവൻ്റെ നേർക്ക് ഒറ്റയേറ് വെച്ചു കൊടുത്തു. ശരി ശരി, എന്താണ് പിണക്കം? എൻ്റെ ഭാര്യ പറ, പരിഹാരമുണ്ടാക്കാം. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പതിയെ കൈകൾ കൊണ്ട് അവൻ്റെ നെഞ്ചിൽ കളം വരയ്ക്കാൻ തുടങ്ങി. പിന്നെ പതിയെ ആ മുഖത്തേക്ക് നോക്കി. എനിക്ക് വാവയെ വേണം. അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. ധ്യാനിന്റെ മരണം നേരിൽ കണ്ട ഷോക്കിൽ പെണ്ണാകെ തളർന്നു പോയിരുന്നു. മാനസിക നിലയൊക്കെ തെറ്റിയ പോലെയായിരുന്നു. കുറച്ചുനാൾ കൗൺസിലിങ്ങും ഒരല്പം മെഡിസിനും ഒക്കെ എടുക്കേണ്ടി വന്നു നോർമലാകാൻ. അതുകൊണ്ടാണ് പിന്നെ ഒരു കുഞ്ഞിനെപ്പറ്റി ചിന്തിക്കാഞ്ഞത്. മാത്രമല്ല, അവള് ചെറുതാണല്ലോ. ഇതിനാണോ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് മുഖം വീർപ്പിച്ചത്? ചേട്ടനോട് നേരത്തെ പറയണ്ടായിരുന്നോ? ചേട്ടൻ എപ്പോഴേ റെഡിയാണ്. പിന്നെ ഒരിച്ചിരി കഷ്ടപ്പെടേണ്ടി വരും. രാത്രിയിലെ ചേട്ടൻ്റെ അടുത്ത് വരൂ എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, അങ്ങനെ പല പല ഷോയൊക്കെ വേണ്ടി വരും. അവൻ കുസൃതിയോടെ പറയുന്നത് കേട്ട് പെണ്ണ് കണ്ണു മിഴിച്ചു നോക്കി. ആ നോട്ടം കണ്ടതും അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് മറഞ്ഞു. ആ മുറിയാകെ അവരുടെ പൊട്ടിച്ചിരികളും ശീൽക്കാർ ശബ്ദങ്ങളും നിറഞ്ഞു. ആകാശത്ത് മിന്നിത്തിളങ്ങി നിന്നൊരു നക്ഷത്രം പതിയെ അവർക്കരികിലേക്ക് വരാൻ തുടങ്ങി. ആദ്യ കൂടിക്കാഴ്ചയിൽ അവനറിയാതെ അവൻ്റെ ഉള്ളിൽ മുട്ടിട്ട പ്രണയം. പിന്നീട് അവളുടെ മനോഹരമായ ചിത്രത്തെ കണ്ട് മനസ്സ് നിറഞ്ഞ പ്രണയം. അവളെ നേരിൽ കണ്ടപ്പോൾ രാക്ഷസഭാവം രൂപം കൊണ്ട പ്രണയം. പതിയെ പതിയെ ആ രാക്ഷസ പ്രണയത്തെയും ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കുഞ്ഞിപ്പെണ്ണ്. അവൻ്റെ രാക്ഷസ പ്രണയത്തിൽ അലിഞ്ഞുപോയ പെണ്ണ്. പ്രണയിക്കട്ടെ അവരിരുവരും കാലങ്ങളോളം. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.